ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. രാജ്യ അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമായി തുടരുന്നു. ജമ്മുകശ്മീരിലും അന്താരാഷ്ട്ര അതിർത്തിയിലെ മറ്റ് പ്രദേശങ്ങളിലും കഴിഞ്ഞ രാത്രിയിൽ സാഹചര്യം ഏറെക്കുറെ സമാധാനപരമായിരുന്നതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം ഭീകരരെ വധിച്ചതായി ഇന്ത്യൻ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തവർക്കും തക്കതായ ശിക്ഷ നടപ്പാക്കാനും ഭീകര അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കാനുമാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്ന് ഡിജിഎംഒ ഇന്നലെ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിർത്തിയിലെ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തും. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം നടത്തിയാൽ ശക്തമായ തിരിച്ചടിക്കാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സൈനിക കമാൻഡർമാർക്ക് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും ഡിജിഎംഒ വ്യക്തമാക്കി. പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നത് ഇന്ത്യൻ സൈന്യം പ്രതിരോധിച്ചതായി വ്യോമസേന ഡയറക്ടർ ജനറൽ എയർ മാർഷൽ എ കെ ഭാരതി. ബഹാവൽപൂരിലെയും മുറീദ്കയിലെയും കുപ്രസിദ്ധ തീവ്രവാദ പരിശീലന ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ശ്രദ്ധാപൂർവ്വം കൃത്യതയോടെയാണ് വ്യോമസേന ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്തത്. അതേസമയം മെയ് 7 വൈകുന്നേരം ജനവാസ മേഖലയും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് പറന്ന പാകിസ്ഥാൻ ഡ്രോണുകൾ വിജയകരമായി തടഞ്ഞതായും എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കി. വടക്കൻ അറബിക്കടലിൽ നിർണായക സ്ഥാനങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന നാവികസേന ഏത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ സജ്ജമാണെന്ന് നാവിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ്. തുറമുഖങ്ങളും തീരമേഖലയും നാവികസേനയുടെ ശക്തമായ നിരീക്ഷണത്തിലാണെന്നും അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദേലട്ടിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ പാക് സംഘർഷം സംബന്ധിച്ച് ഇരുവരും സംസാരിച്ചു. ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അജ്ഞാതമായ സ്ഫോടക വസ്തുക്കൾ കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്തെങ്കിലും അജ്ഞാത വസ്തുക്കൾ കണ്ടാൽ ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കണമെന്നും എൻഡിഎംഎ നിർദ്ദേശിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണികളിൽ ശക്തമായ കുതിപ്പ്. രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ സെൻസെക്സ് 1794 പോയിന്റ് ഉയർന്ന് 81,248ലും നിഫ്റ്റി 553 പോയിന്റ് നേട്ടത്തോടെ 24,561ലും എത്തി. ഉദ്ധംപൂരിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായെന്നും ജമ്മുകശ്മീരിലെ ചില പ്രദേശങ്ങളിൽ ഡ്രോണുകൾ കണ്ടതായും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. അത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സർക്കാർ ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉടൻ വിളിക്കണമെന്ന് കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ തുടങ്ങിയവ പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ അഭ്യർത്ഥന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അറിയിച്ചു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. എന്നാൽ വ്യോമാതിർത്തിയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമായി തുടരും. ചില വിമാനങ്ങളുടെ സമയക്രമങ്ങളെ ഇത് ബാധിച്ചേക്കാമെന്നും DIAL പ്രസ്താവനയിൽ പറഞ്ഞു. കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കാനും നിർദ്ദേശിച്ചു. ലോകമെങ്ങുമുള്ള സംഘർഷ മേഖലകളിൽ സമാധാനം പുലരട്ടെയെന്ന് പ്രത്യാശിച്ച് ലിയോ 14 മാർപ്പാപ്പ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ സന്തോഷമുണ്ടെന്നും ഉടൻ ശാശ്വത ഉടമ്പടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാർപ്പാപ്പ പറഞ്ഞു. യുക്രൈൻ ജനതയുടെ കഷ്ടപ്പാടിലും ഗസ മുനമ്പിലെ സംഘർഷങ്ങളിലും ദുഃഖിതനാണെന്ന് വത്തിക്കാനിൽ കുർബാനയ്ക്ക് ശേഷം ആദ്യ അഭിസംബോധനയിൽ മാർപ്പാപ്പ വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.